ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിയുടെ കാല് പിടിച്ച് ലക്ഷ്മിയമ്മ കരയുകയാണ്. സച്ചിയും രേവതിയും ആ വീട്ടിൽ നിന്നിറങ്ങിയാൽ ശരത്തിനെതിരെ ചന്ദ്രമതി കൊടുത്ത പരാതി പിൻവലിക്കാം എന്ന് ലക്ഷ്മിയമ്മയോട് ചന്ദ്രമതി പറഞ്ഞു. വേണ്ട ചന്ദ്രമതി, ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു. അമ്മ പരാതി പിൻവലിക്കണ്ട, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞാനും സച്ചിയേട്ടനും ജീവനോടെ ഉണ്ടെങ്കിൽ ശരത്ത് ജയിലിൽ പോകില്ല എന്ന് രേവതിയും പറയുന്നുണ്ട്. ഇത് കേട്ട് ചന്ദ്രമതി പറഞ്ഞു, ഓ, നിയമമൊക്കെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണല്ലോ എന്ന് ചോദിച്ച് ചന്ദ്രമതി അകത്ത് കയറി കഥ കടച്ചു. ഇതേസമയം സച്ചി സാറിൻ്റെ കാല് പിടിച്ച് 5 ലക്ഷം രൂപ ലോൺ ചോദിക്കുകയാണ്. ഒരുപാട് കാല് പിടിച്ചെങ്കിലും 1.5 ലക്ഷം രൂപയിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ലെന്ന് സാറ് സച്ചിയോട് പറഞ്ഞു. അങ്ങനെ നിവൃത്തിയില്ലാതെ സച്ചി ആ പണം വാങ്ങി വീട്ടിലേക്ക് പോരുകയാണ്. ലക്ഷ്മിയമ്മ കയ്യിലുണ്ടായിരുന്ന സ്വർണം പണയം വെച്ച് 1.5 ലക്ഷം രൂപ സംഘടിപ്പിച്ചു. എല്ലാത്തിനേക്കാളും വലുത് എനിക്കെൻ്റെ മോന, അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് രേവതിയുടെയും സച്ചിയുടെയും കയ്യിലേക്ക് ലക്ഷ്മിയമ്മ ആ പണം കൊടുത്തു. ശരത്ത് ജയിലിൽ പോകില്ല എന്ന് രേവതി ലക്ഷ്മിയമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തു. രാത്രി കിട്ടിയ പൈസ മുഴുവനും രേവതിയും സച്ചിയും കൂടി കൂട്ടി നോക്കുകയാണ്. ആകെ 4,70,000 രൂപയാണ് കിട്ടിയത്. ബാക്കി 30,000 രൂപയ്ക്ക് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് രേവതി കരയുകയാണ്. അപ്പോഴേക്കും അച്ഛൻ രവീന്ദ്രൻ നായർ അവരുടെ അടുത്തേക്ക് വന്നു. അച്ഛനെ കണ്ടയുടനെ ഇതൊന്നും അച്ഛനെ അറിയിക്കരുത് എന്ന് പറഞ്ഞ് സച്ചി രേവതിയോട് കണ്ണു തുറക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് അച്ഛൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. കയ്യിലിരുന്ന 25,000 രൂപ അച്ഛൻ സച്ചിക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ വിഷമിച്ച് നടക്കുന്നത് കാണുമ്പോൾ പഴയതുപോലെ അച്ഛൻ്റെ നെഞ്ച് അത് താങ്ങുന്നില്ല എന്ന് പറഞ്ഞ് രവീന്ദ്രൻ നായർ കരയുകയാണ്. ഇത് കണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് സച്ചിയും രേവതിയും കരയുന്നുണ്ട്. അങ്ങനെ അവസാനം 5 ലക്ഷം രൂപയും സംഘടിപ്പിച്ച് സച്ചിയും രേവതിയും വക്കീലിൻ്റെ അടുത്തെത്തി. എങ്ങനെയെങ്കിലും ശരത്തിനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അവർ വക്കീലിനോട് പറഞ്ഞു. കേസിൽ നിന്ന് അവനെ ഒഴിവാക്കുകയല്ല, ഈ കേസ് തന്നെ ഞാൻ ഇല്ലാതാക്കുമല്ലോ എന്ന് വക്കീൽ പറഞ്ഞു. അമ്മയെക്കൊണ്ട് എങ്ങനെ പരാതി പിൻവലിപ്പിക്കും? എന്തു വന്നാലും അമ്മ പരാതി പിൻവലിക്കില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. അവരെക്കൊണ്ട് ഞാൻ കേസ് പിൻവലിപ്പിച്ചോളാം, അതിനൊക്കെ ചില ട്രിക്കുകളുണ്ട്, അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ അനിയന് ജയിലിൽ പോകേണ്ടി വരില്ല എന്ന് വക്കീല് അവർക്ക് ഉറപ്പു നൽകി. വക്കീലും ഗുമസ്തനും കൂടി ചന്ദ്രമതിയുടെ വീട്ടിലെത്തി. എന്തൊക്കെ പറഞ്ഞാലും ശരത്ത് ജയിലിൽ പോകുന്നത് എനിക്ക് കാണണം എന്ന് ചന്ദ്രമതി വക്കീലിനോട് പറഞ്ഞു. അവൻ ജയിലിൽ പോയാൽ നിങ്ങൾക്കെന്താ ലാഭം എന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട്. അവൻ ജയിലിൽ പോയില്ലെങ്കിൽ എനിക്കെന്ത് കിട്ടും എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ, എന്തിനാ ഒരു പയ്യന്റെ ഭാവി കളയുന്നത്? പരാതി പിൻവലിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പൈസ തരാം എന്ന് വക്കീൽ പറയുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും ബായ്.